അതേസമയം ഈ മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് JLP സ്കൂളിന്റെ പ്രവർത്തനം ഉടൻ പൂർണ്ണ സജ്ജമാക്കുമെന്ന് മലപ്പുറം DO അറിയിക്കുന്നു. കുട്ടികൾക്കായി കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല കൈമാറിയിരിക്കുന്നു. അധ്യാപകരുടെ ഒഴിവ് ഉടൻ നികത്തുമെന്ന് കൂടി DO സുനിത പറഞ്ഞു. അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഏതായാലും ആശ്വാസമാണ്, കുട്ടികൾക്ക് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. DO പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനെ സഹായിക്കാൻ പോകുന്നത്? വിനീത, ഇതിൽ നികത്താനാകാത്ത നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വരുന്ന ഒരു അധ്യയന വർഷം അത് കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ച അതേ സമീപനം എന്തായാലും വളരെ വേഗത്തിൽ നീക്കം നടത്തുകയാണ് DO സുനിത. ഇന്നിപ്പോൾ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കൗൺസിലിംഗ് നൽകുമെന്നാണ്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ വീടുകൾ കയറി 5 പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ കൗൺസിലിംഗ് കുട്ടികളുടെ വീട്ടിലെത്തിയാണ് ഈ കൗൺസിലിംഗ് നൽകി വരുന്നത്. വേഗത്തിൽ തന്നെ കൗൺസിലിംഗ് നൽകി കുട്ടികളെ തിരിച്ച് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ഒരുക്കിയെടുക്കാനുള്ള ഒരു വലിയൊരു ചുമതല എന്തായാലും ആരോഗ്യവകുപ്പിന് വന്നു ചേർന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് DO സുനിത വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ താൽക്കാലിക അധ്യാപകരുടെ നിയമനമാണ്. ജില്ലയിൽ നിന്ന് 4 അധ്യാപകർ സ്വമേധയെ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അധ്യാപകരെ ഉടൻ തന്നെ നിയമിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് വിനീത. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.